തിരക്ക് കാണിക്ക്. ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. ഈസ്റ്ററിന് നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു. കുറേ താമസിച്ചാണ് വന്നത് കേട്ടോ. രാവിലെ പള്ളിയിൽ പോയിരുന്നത്. പിന്നെ അതുകൊണ്ട് വേറെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ കുക്കിങ്ങിലേക്ക് കടക്കുമായിരുന്നു ചെയ്തത്. നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കിയിരുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പം മൈ നെയിം ഈസ് ജിയോ ചേട്ടൻ്റെ ബിരിയാണി നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പൊക്കി പറയുമല്ല, ഇത് കണക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ട് എന്തായാലും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ജിയോ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ ചാനൽ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അതുപോലെ തന്നെ ആൾ പറഞ്ഞ കണക്ക് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന 1 kg അളവിലുള്ളതാണ്. എനിക്കും മോനും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 1/2 kg അളവിലാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാനിതിനു മുമ്പും പല റെസിപ്പീസും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ബിരിയാണി, അതായത് ഈസ്റ്ററിന് ഉണ്ടാക്കിയ ബിരിയാണി അത്രയും സൂപ്പറായിരുന്നു. വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. എത്ര കഴിച്ചാലും മതിയാവത്തില്ല ആ ലെവലിൽ. എന്തായാലും ഉച്ചയ്ക്കും വൈകിട്ടും പിറ്റേ ദിവസം രാവിലെയും ഉച്ചയ്ക്കും കൂടി ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 1/2 kg ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതിയല്ലോ, ഞാനും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 2 ദിവസം അടിച്ച് പൊളിച്ച് കഴിച്ചു കേട്ടോ. പിറ്റേ ദിവസം ആവി കയറ്റിയാണ് എടുത്തത്. എന്നിട്ടും സൂപ്പറായിരുന്നു. അപ്പം ജിയോ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ കുക്കിംഗ് ചാനൽ ഭയങ്കര വൈറലാണ്. ആളുടെ റെസിപ്പീസും അതുപോലെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നതും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനും അതുപോലെ ചേട്ടൻ ചെയ്യുന്ന കണക്കൊന്നും ചെയ്യാനും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ റെസിപ്പി നോക്കി ചെയ്തോളൂ. പെർഫെക്റ്റാണ്. ആദ്യം ഞാൻ വിചാരിച്ചു റെസിപ്പി കണക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്തിനാണ് അത് റീക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റേതായിട്ടൊരു കാര്യങ്ങളും അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് ആളുടെ ഒരു വീഡിയോ എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇത് പറയാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഇത്തവണ ഈസ്റ്ററിന് വീട്ടിൽ തന്നെയാണ് കൂടിയത് കേട്ടോ. പുറത്തോട്ടൊന്നും പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. താനും എൻ്റെ വീട്ടിലെ, അതായത് എൻ്റെ അമ്മായിച്ചൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ റീസെൻ്റ്ലിയാണ് മരിച്ചു പോയത്. 2 പേരും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിനാണ് മരിച്ചു പോയത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയാണ് ഈസ്റ്ററായിട്ട് ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെന്ന് മാത്രം. പക്ഷേ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസിന് വലിയ ആഘോഷങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഒരു വർഷം കഴിയണമല്ലോ, അതുകൊണ്ട്. പക്ഷേ ഫുഡിന് എന്തായാലും നോമ്പ് നമ്മൾ പിടിച്ചു. എന്നാൽ ഈസ്റ്റർ നമ്മൾ ദൈവത്തിൻ്റെ പേരിലാണല്ലോ ഇതാക്കുന്നത്. അതുകൊണ്ട് പടക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ പോയി വന്നു, ഫുഡൊക്കെ കുക്ക് ചെയ്തു, കഴിച്ചു. അങ്ങനെ ഒരു ഈസ്റ്റർ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇനിയിപ്പം ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആദ്യം വിചാരിച്ചു റെസിപ്പി ആയിട്ട് ഇടാം. പിന്നീട് വിചാരിച്ചു എന്തിനാണ് റെസിപ്പി ഇടുന്നത്, എന്നാൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചല്ലേ, എന്നാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി. ദമ്മിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ നമ്മളങ്ങനെ ആവിയിൽ വേവിച്ചു കേട്ടോ. ആവിയിൽ മീൻസ് ഇൻ ദ സെൻസ് തീ വളരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചു. തുറക്കുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് വളരെ കറക്റ്റാണ്. ആ ഫ്ലേവർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അപ്പോൾ തന്നെ ബേബി ഓടി വന്ന് പാത്രമായിട്ട് അമ്മ ബേബിക്ക് ബിരിയാണി വേണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനും നിന്നില്ല, ഞാനും കഴിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സാലഡും അച്ചാർ പുറത്തുനിന്ന് മേടിച്ചതാണ്, പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കൽ തുടങ്ങി കേട്ടോ. സാലഡ്, റൈത്ത, പപ്പടം, മുട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കൊടുത്തിട്ട് ബേബിയുടെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അവൻ്റെ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് എൻ്റെ വെയിറ്റിങ്. അവൻ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷവും സമാധാനമാണ്. അങ്ങനെ അവൻ്റെ അപ്പീൽ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.